പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സെഗാൾ രാജിവെച്ചു എന്നുള്ളതാണ്. UP കേഡർ IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്രതീക്ഷിതമായ ഒരു രാജിയുടെ കാരണം വ്യക്തമല്ല എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. സജുവിലേക്ക് ഒരിക്കൽ കൂടി. സജു, ഇപ്പോൾ രാജി വാർത്ത മാത്രമേ പുറത്തു വരുന്നുള്ളൂ, കാരണങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ലേ? അത്തരം കാര്യത്തെപ്പറ്റി ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടില്ല. 2024 മാർച്ച് 14 പ്രസാർ ഭാരതി ചെയർമാനായി ഇദ്ദേഹം ചുമതല ഏൽക്കുന്നത്. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അടങ്ങുന്ന സമിതിയാണ് ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്. എന്തായാലും അദ്ദേഹത്തിന്റെ രാജി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രാജിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്താണ് കാരണം എന്നുള്ളതിൽ വ്യക്തതയില്ല. ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് രാജി നൽകിയത്. ഇന്നലെ വൈകിട്ട് തന്നെ രാജി അംഗീകരിക്കുകയാണ്. UP കേഡറിലെ IAS ഉദ്യോഗസ്ഥനാണ്. അതായത് മായാവതിയുമായിട്ടൊക്കെ വളരെ അടുത്ത് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് BJP നേതൃത്വവുമായി അടുക്കുകയായിരുന്നു. ജഗദീപ് ധൻഖറിനെ രാജി അപ്രതീക്ഷിതമായ രാജിയുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളോട് ഉയർന്നു വരുന്നത്. എന്തായാലും 1.5 വർഷമാണ് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ബാക്കി കാലാവധി ഉള്ളത്. 1.5 വർഷം കാലാവധി ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. നവനീത് കുമാർ സെഗാളിനെ എന്തുകൊണ്ട് രാജിവെപ്പിച്ചു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ കോൺഗ്രസ് നേതാക്കളടക്കം വ്യക്തമാക്കുന്നത്. കൃത്യമായ ഉത്തരം കേന്ദ്ര സർക്കാർ നൽകണമെന്ന് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. ശരി, സജു തോമസ് ആണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.